വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛനിലൂടെ കാണിച്ചിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അരൂപിയെ റൂഹായെ ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം പ്രവേശിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് മൊബൈലിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായി, സ്വർഗീയ സുഗന്ധമുണ്ടായി. അതൊരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ സുഗന്ധം ഇല്ലായിരുന്നത്. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന്
സ്മെല്ല് വരാൻ തുടങ്ങി, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഗൗരവമായിട്ടാണ് ദൈവം ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ സാക്ഷി കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം അതുവരെ ഇങ്ങനെ സ്മെല്ലില്ലേ. ഇപ്പം സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ പോലത്തെ സ്മെല്ലാണ്. അത് ഇപ്പോൾ ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യമായി. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസിൻ്റെ അടയാളമാണ് അത്. ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നീ ഒരു വിഷമിച്ച് നിൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അമ്മമാതാവിൻ്റെ ഭക്തനാണെന്നുണ്ടെങ്കിൽ, നീ പെട്ടുപോയൊരവസ്ഥയാണെങ്കിൽ അമ്മയിൽ ആശ്രയം വെച്ചാൽ അപ്പം തന്നെ ഈ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടുത്തും. നീ ഒറ്റക്കല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് വ്യക്തതയോടുകൂടി നമുക്കത് മനസ്സിലാകുകയും ആത്മശക്തി കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോഴേ ചിലപ്പോഴും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയണത്. സാധാരണഗതിയിൽ ഞാൻ ഒരു ധ്യാനവും ആരുടെയും കേട്ട് പറയത്തില്ല, പഠിച്ചും പറയത്തില്ല. വചനം ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട് രൂക്ഷമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചും കർത്താവിനോട് ചോദിച്ചൊക്കെ ഇരിക്കും. എന്നിട്ടും എനിക്ക് ഇവിടെ വരണത് വരെ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഞാൻ താമസിക്കണത് അതാണ്. ഞാൻ ഈശോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ക്ലൂ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കയറും. അതാണ് 1 മണിക്കൂർ ഇന്ന് താമസിച്ചത്. അവിടെ ഇരുന്ന് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാക്ഷ്യം ഏതാണ്? നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം. ഈശോ ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഏതാണ്? ഇപ്പം തന്നെ ഇപ്പം മാറിയില്ലേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്ത സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണത്? ഉടമ്പടി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഉടമ്പടി വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ ഉടമ്പടിയുടെ എല്ലാ ഭാഗങ്ങളും അങ്ങനെയാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഉടമ്പടി തൈലമായാലും അതുപോലെ തന്നെ ഉടമ്പടി വചനമായാലും പിന്നെ നമ്മൾ ഉടമ്പടിയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമായാലും എല്ലാത്തിലും ടച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ദൈവത്തിൻ്റെ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മളതിൻ്റെ അകത്ത് സന്നിഹിതരാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ സാന്നിധ്യം നൽകുന്നതാണ്. പക്ഷെ അത് അനുഭവിക്കണ ആർക്കാണ്? നിങ്ങൾ തന്നെ അവിടെ സന്നിഹിതമാണെങ്കിൽ മാത്രമേ അത് ആ സാന്നിധ്യം നമുക്ക് പേഴ്സണലായിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ അതിന് സന്നിഹിതനാകണമെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ചിലരൊക്കെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ വിരലൊക്കെ നക്കണത് കാണാം. എന്താ കാര്യം? അത് ഈശോയുടെ ഒരു തരി അതിൽ വിരലിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേസ്റ്റായി താഴെ വീണ്ടും പോകരുതെന്നുള്ള. അപ്പോൾ ആ വ്യക്തി അതിന് പ്രസൻസാണ്, ഈശോയുടെ പ്രസൻസാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പ്രസൻസ് അവിടെ വേണം. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഈ ആത്മീയതയുടെ എല്ലാം അങ്ങനെയാണ്. നമ്മൾ പ്രസൻ്റ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം അതിൽ പ്രസൻ്റാണ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ഫീൽ ഇറ്റ് വി മസ്റ്റ് പ്രസൻറ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ഉടമ്പടിയിലായാലും പരിശുദ്ധ കുർബാനയിലായാലും നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിലായാലും വചനം കേൾക്കുന്ന സമയമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ് ദെയർ. കാര്യം എന്താണ്? ദൈവം അതിലൊരു കക്ഷിയാണല്ലോ. വേറെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം കക്ഷിയല്ല. ഉടമ്പടിക്ക് ദൈവം ഒരു കക്ഷിയാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ഫാക്ട് ബൈ നോ മീൻസ് ഗോഡ് ഈസ് പ്രസൻറ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ നോട്ട് പ്രസൻറ്റ് ദെയർ സംടൈംസ്. നമ്മളവിടെ പ്രസൻ്റ് അല്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പലയിടത്തായിരിക്കും അല്ലേ? പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീറ്റിൻ്റെ പരീക്ഷയാണ്, എൻ്റെ മകൾ എന്ത് വരുമായിരിക്കും ആവും ഒക്കെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. യു ആർ നോട്ട് പ്രസൻറ്റ് ദെയർ. അതല്ലേ പ്രശ്നം. നിങ്ങളെവിടെയാണ് പ്രസൻറ്റ്? മകളുടെ എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രസൻ്റ് ആയിരിക്കുന്നത്. മകൾ നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ. സോ യു ആർ നോട്ട് പ്രസൻറ്റ് ദെയർ. ഇത് പ്രസൻസ് ഒരു പ്രോബ്ലമാണ്. നമ്മളവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഉണ്ടായിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങുമായിട്ടുള്ള എല്ലാ
ഇടപാടുകളും ഉടമ്പടിയുടെ പ്രഖ്യാപിത സ്വഭാവം പോലെ ദൈവസാന്നിധ്യം പോലെ ഞാനും അതിലെ മനസ്സുകൊണ്ട് സാന്നിധ്യം വഹിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. ഉടമ്പടി എടുക്കുന്ന ഞങ്ങൾ എല്ലാവരും ഈശോയുടെ അങ്ങേ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് നിബന്ധനകൾ പാലിച്ച് ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിൻ കൃപ മതി എനിക്ക് നാഥാ, നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ ഈ ഉടമ്പടിയുടെ എക്സിക്യൂഷൻ ഇല്ലേ, അതിൻ്റെ പ്രയോഗവിധികളിൽ നല്ല ശരിക്ക് ഭക്തി ഉണ്ടാകണം. മനസ്സിലായില്ലേ? നമ്മളൊരു ടെക്നിക്കലായിട്ട് ഒരു ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയല്ലേ, അങ്ങനെ ചെയ്യരുത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോടല്ലേ, നമ്മൾ ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോഴും അതുപോലെ തന്നെ പത്രം കൊടുക്കുമ്പോഴും കർത്താവിനെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും രോഗികളെ കാണുമ്പോഴും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുമ്പോഴും ഒക്കെ പ്രെയർ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ വേറെ നിങ്ങൾ സിനിമ കഥയും പറഞ്ഞു പോകരുത്. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ആ സമയത്ത് ശരിക്കും ഫീൽ ചെയ്യണം. നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് എന്തുകൊണ്ടാണ് ഈശോനെ ഫീൽ ചെയ്തത്? ഈശോയുടെ കൂടെ നടന്നത് എന്താണ്? അവർ ഈശോനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 24:13-14 തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 24:13-14. ആ ദിവസം തന്നെ എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഈശോനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ വഴിയാത്രയിൽ, അതായത് ഈ വചനം വായിക്കുക. ഇപ്പോൾ വചനം വായിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഫിലിപ്പോസ് അപ്പോസ്തലൻ ആ എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ രഥത്തിനരികിലൂടെ നടക്കുക അല്ലേ. എത്യോപ്യക്കാരൻ ആരാണ്? ഫൈനാൻസ് മിനിസ്റ്ററാണ്. എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയാണ്. അയാളകത്തിരുന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് അത് കണ്ടു. ഉടനെ ഫിലിപ്പോസ് ക്രൈസുള്ള ആളാണ് ക്രിസ്തുവിനെക്കുറിച്ച്. അതുകൊണ്ട് അടുത്ത് പോയിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പറയാനൊരു ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫിലിപ്പോസ് ആ രഥത്തിൻ്റെ ഒപ്പം നടന്നത്. രഥം കുതിര വണ്ടിയാണ്, പക്ഷെ അത് സ്പീഡിലാണ് പോകണമെങ്കിലും ഇതിനെ അണച്ചണച്ച് ഈ ഫിലിപ്പോസിൻ്റെ ഒപ്പം ഓടുകയാണ്. എന്താണ്? കർത്താവിന് വേണ്ടി വചനം എത്യോപ്യക്കാരന് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് ഫെർവർ, ഇതാണ് മിഷൻ ഫെർവർ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എത്യോപ്യക്കാരന് കർത്താവിന്റെ വചനം പങ്കുവെച്ചു കൊടുക്കാൻ കുതിര പൂട്ടിയ രഥത്തിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സഞ്ചാരത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഓടി കർത്താവിന്റെ വചനം
കർത്താവിന്റെ വചനം കൈമാറാൻ കാണിച്ച അപ്പോസ്തല ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 8:26 മുതൽ വായിച്ചോളൂ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് രഥത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ ആത്മാവ് പ്രേരിപ്പിക്കാം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശവും അതേസമയം തന്നെ അടയാളവും ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പം ഞാൻ ഇന്നലെ നീറ്റ് പരീക്ഷയ്ക്കുള്ള 200 കുട്ടികളെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ സൈത്ത് പൂശി കൊടുത്തു, എല്ലാവരുടെയും. അല്ലാതെ കോമണായിട്ടല്ല, ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി, ബുദ്ധിയിലും പൂശി, ഓർമ്മശക്തിയിലും പൂശി. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്താ കാര്യം? ഇമ്മീഡിയറ്റ് മെമ്മറി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ലോക്കൽ മെമ്മറി ഉണ്ട് പഠിക്കുന്നവർക്ക്, അല്ലേ? നമുക്ക് പാഠപുസ്തകത്തെ കാണുന്ന അടയാളങ്ങൾ ലോക്കൽ മെമ്മറിയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. കാര്യം എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാർ സി ബി ഐയുടെ ഒരു കേസിൽ പെട്ടിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൽക്ഷണ മെമ്മറി കൊടുത്തു. എന്താണ്? ഒരു കെട്ടുപയൻ്റെ ഉള്ളിൽ നിന്ന് ആ പണ്ട് ഇദ്ദേഹത്തിന് എതിർ കക്ഷി കൊടുത്തിരുന്ന അന്യായത്തിനെതിരെയുള്ള ഒരു ഡേറ്റിൻ്റെ പേപ്പർ ഈ ഫയലിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CBI ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തൽക്ഷണ മെമ്മറി കൊടുത്തിട്ട് ഈ ആയിരക്കണക്കിന് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡേറ്റ് പേപ്പർ ഇട്ട് കാണിച്ചു എഗ്രിമെൻറ്റിൻ്റെ. ദാറ്റ് ഈസ് ഇയാളുടെ ഒപ്പോണൻ്റായിട്ടുള്ള എതിരാളിയായിട്ടുള്ള വ്യക്തി ചെയ്ത് പറഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡേറ്റിനെ വ്യത്യസ്തമായ ഡേറ്റ് ഉള്ളത് രേഖ വിജയകുമാരൊക്കെ ഉണ്ടെന്ന് വിജയകുമാരൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ CBI ഓഫീസർ ബാത്റൂമിൽ പോയ സമയത്ത് തൽക്ഷണ മെമ്മറി കൊടുത്തു പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഓപ്പൺ ദ ഫയൽ, ടേക്ക് ദ പേപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കറക്റ്റ് പേപ്പർ ഡേറ്റ് എഴുതി കറക്റ്റ് എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്ത്. അത് ഇയാളുടെ ഒപ്പോണൻ്റ് പറഞ്ഞ ഡേറ്റുമായിട്ട് വ്യത്യസ്തമായിരുന്നു. ഇത് ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ വിജയകുമാർ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കേസ് തള്ളിപ്പോയി. സെക്കൻഡുകളാണ്. തൽക്ഷണം ഇതിന് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും. ഇത് ഈശോയാണിത് നമ്മളെ ട്രേസ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവം ഉണ്ടെന്ന് ഈശോ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാർക്കായാലും ആർക്കായാലും ആവശ്യമുള്ളതാണ് ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ.
ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്നോർത്ത് മുൻകൂട്ടി ആലോചിച്ചുറക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് നൽകാൻ കൈയിട്ടിച്ച് കർത്താവിനെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ലോകത്തിൻ്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ലൂക്ക 21:12 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അതായത് യഥാർത്ഥ വചനം അതായത് നിങ്ങളായിരിക്കില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ആ സമയത്ത് അറിവ് നൽകുമെന്നാണ് വചനം. ആ സമയത്ത് അറിവ് നൽകും. അതാണ് തൽക്ഷണ ഓർമ്മയെന്ന് പറയണത്, ഇമ്മീഡിയറ്റ് മെമ്മറി. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും പറയും, ഉടമ്പടി എടുക്കുന്നവർ കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. അത് ഞാനൊരു മിനിമമായിട്ട് പറയണതാണ്. അതായത് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് നിർവീര്യമാകാതിരിക്കാനും വേണ്ടി ഉടമ്പടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മൾ വിശുദ്ധി എല്ലാം കീപ്പിച്ചോണം. എന്തിനുകൊണ്ടാ നിങ്ങൾ വിശുദ്ധി ഉടമ്പടിയുടെ ഭാഗമായിട്ടൊരു വിശുദ്ധി കീപ്പ് ചെയ്യണമെന്ന് പറയത്തില്ലേ? അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് നിർവീര്യമാകാതിരിക്കാൻ വേണ്ടിയാണ്. ആത്മാവ് നിർവീര്യമാകാതിരുന്നാൽ ആത്മാവ് അതുപോലെ തന്നെ വീര്യശക്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. എല്ലാത്തിനും സമാധാനമുണ്ട്. എടുത്തു ചാടി ഒന്നിനും മറുപടി പറഞ്ഞേക്കരുത്, ഒന്നിനും തീരുമാനം എടുക്കരുത്. വെയിറ്റ് എന്ന് പറയണം. എന്താ കാര്യം എന്നറിയാമോ? എന്തെല്ലാം സമയം ഇപ്പോൾ ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, കല്യാണത്തിന് നിശ്ചയത്തെ കല്യാണം പോയി, അല്ലെങ്കിൽ നടന്ന പ്രമാണത്തിന് എന്തോ കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ പ്രമാണം കാണാതെ പോയി, ആവശ്യമായ പ്രമാണം കാണാതെ പോയി, ഇങ്ങനെ ഷോക്ക് അടിക്കണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എടുത്തു ചാടി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി റെസ്പോണ്ട് ചെയ്യരുത്, വെയിറ്റ് ചെയ്യണം. അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വെയിറ്റ് ചെയ്യും, ഹൃദയത്തിൽ സംഗ്രഹിക്കും. എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ അതൊരു അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. കാര്യം എന്താണ്? നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് കക്ഷി, ദൈവം അല്ലെന്നാണ്. പിടിയിട്ടില്ലേ? നിങ്ങളൊരു വിഷയത്തിന് എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും സ്ത്രീകളുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളെ കൂട്ടുകാർ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, അവിടെ നിങ്ങൾ വേർത്ത് ബോധം കേട്ട് വിഴുകി അയാൾക്ക് അടുത്തേക്ക് അറിയുകയും ചെയ്യേണ്ട. വെയിറ്റ് എന്താ വെച്ചാൽ ഇതിന് മറുപടി ഉണ്ടല്ലോ, മറുപടി ഇല്ലായിരിക്കത്തില്ലല്ലോ. ഇതിന് നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ട്. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നീ പിന്നെ ശാന്തമാകണം. പിന്നെ കലപില കണ്ടവനെല്ലാം പിടിച്ച് കൂട്ടിയിട്ട് ഭർത്താവ് നാറ്റിക്കാൻ പോകരുത്. മറിച്ച് പതുക്കെ നിൽക്കണം. പതുക്കെ നിന്നിട്ട് നിന്നെ കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംഭവത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയും, അഥവാ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാം. എൻ്റെ മക്കളെ, ഒരു കാര്യം വ്യക്തമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾ ബലിയാടായിപ്പോയി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പണ്ടുള്ളവർ കാണിച്ച മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറയുക. പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. അതറിയണമെന്ന്
എന്നുണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് മെമ്മറി വേണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വഴി നടത്തുന്നതിൽ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവേണ്ടത് വെദർ യു മാരീഡ് ഓർ നോട്ട് ഓർ സിംഗിൾ ഓർ നോട്ട്, അതല്ല പ്രശ്നം. നിങ്ങൾക്കോ എനിക്കോ സിംഗിളാകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സിംഗിളാക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കം വിത്ത് യു അൺടു ദി ലാസ്റ്റ് അൺടു ദി വേൾഡ്. അതിലെ അതായത് ഞാൻ നിൻ്റെ കൂടെ അന്ത്യം വരെ, അൺടു ദി എൻഡ് ഓഫ് ദി വേൾഡ്, അൺടു ദി എൻഡ് ഓഫ് ദി ടൈം ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് വി ആർ നോട്ട് സിമ്പിൾ, വി ആർ നോട്ട് സിംഗിൾ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്തു ചാടി ഡെസ്പാവുകയോ സങ്കടപ്പെടുകയോ റെസ്പോണ്ട് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ എൻ്റെ കൂടെയുള്ള ആത്മാവിന്റെ സാന്നിധ്യം വിവേചിച്ചറിഞ്ഞ് ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ആലോചന വരദാനത്തിൽ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൽ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സംഭവം, ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഓർക്കുക, യു ആർ നോട്ട് സിംഗിൾ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്താ കാര്യം? വാഗ്ദാന പ്രകാരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെയാണ് നമ്മളൊരു വിഷമ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് മെമ്മറി, തക്ക സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാ സമയവും, ചില സമയത്ത് തക്ക സമയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ ഒരു സമയമില്ലേ? ആവശ്യമായ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെയുള്ള ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:19. മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് ഷാർപ്പാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണ്? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരികയാണ്. അതാണ് നമ്മളെ സഞ്ചാരി മാതാവായിട്ടൊക്കെ ആൾക്കാർ
അനുഭവിക്കുന്നതിൻ്റെ കാരണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത്, ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പെട്ടെന്ന് തീ പിടിക്കണ പോലെ, തീ പൊട്ടിത്തെറിക്കണ പോലെ ഒരു സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഈ തീയിൽ മാതാവ് നിൽക്കുന്നതാണ്, കൃപാസന മാതാവ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കുന്ന നമ്മൾ ഉടമ്പടിയുടെ എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ അനുഭവിക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയത്തിലേക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അയാളെ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഇനി സർവൈവിങ് നടക്കത്തില്ലെന്ന്. ആ ഒരു കേസാണ്. അയാളാണ് ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുക്കുമ്പോൾ രാത്രി പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ് പൊട്ടിത്തെറിക്കുന്ന തീയിൽ മാതാവ് നിൽക്കുന്ന മാതാവ്, എന്നിട്ട് ഈ മനുഷ്യൻ്റെ മേൽ പുഞ്ചിരിക്കുന്നു. പിന്നീട് മാതാവ് നടന്ന് ഇയാളുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഇത് സ്വപ്നമാണ്. പക്ഷേ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല. അത് നമ്മളെ വളരെ ലേണഡ് ആയിട്ടുള്ള പുരുഷൻ. ഇപ്പം ചില ചേർത്ത് വലിയമ്മമാരൊക്കെ പറയുമ്പോൾ വികാരത്തിൻ്റെ അംശം കൂടുമെന്ന് പറയും. ഇത് നമ്മുടെ സാക്ഷ്യഘട്ടം മനസ്സിലാവും. വികാരത്തിൻ്റെ ഒരു അംശമില്ല. ഈസ് എ ലേണഡ് മാൻ. അയാൾ വളരെ കൃത്യതയോട് കൂടി എന്നോട് അയാൾ പറയും, എനിക്കിതിലൊന്നും അത് വിശ്വാസമില്ലായിരുന്നു. ഞാനിങ്ങനെ മാതാവിൻ്റെ ഭക്തനുമല്ലായിരുന്നു. ഞാൻ എൻ്റെ വൈഫായിരുന്നു മാതാവിൻ്റെ ഭക്തയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്ലേശം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം അതില്ലാത്ത അവസ്ഥ ഇതാണല്ലോ. ഇന്ന് കേരളത്തിലായാലും പുറത്തായാലും ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി ഇടണില്ലേ. എന്താ കാര്യം? വേറെ ഓപ്ഷൻ ഇല്ല. കെനിയയിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് നീഗ്രോസ് വരെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നിടത്തോളം ഇന്ന് നിലവിലുള്ള ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. ഇതാരും കണ്ടുപിടിച്ചതല്ല, ബൈബിൾ ഉള്ളതാണ്. ബൈബിൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഉടമ്പടി തന്നെയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് പോപ്പുലറൈസായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ആൾക്കാർ 10,000 മനുഷ്യരുള്ള ആ പ്രാർത്ഥന ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. അപ്പോഴതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം പ്രസൻസാണ്. പ്രസൻസ്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഏറ്റവും വലിയ മനസ്സിലായത്, ഇപ്പോൾ ഉടമ്പടി മറ്റ് പ്രാർത്ഥനകൾ ഏറ്റവും ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രസൻസ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പകരം അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം അമ്മയുടെ മധ്യസ്ഥതയിലല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ട് അമ്മ അതിൻ്റെ മധ്യസ്ഥയാണെന്നുള്ളത് ഇരുട്ടിലും വെളിച്ചത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലുമെല്ലാം നിന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ അറിയിക്കുക മാത്രമല്ല, നിന്നെ സന്ധിച്ചുകൊണ്ടേയിരിക്കും. വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാലും, കടക്കാർ നിങ്ങളെ കൈവിട്ടാലും, ബാങ്കുകാർ നിങ്ങളെ കൈവിട്ടാലും, സ്വന്തം മക്കളും ബന്ധുക്കളും നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ചൈതന്യമായി അമ്മ നിന്റെ കൂടെ സ്തുതിക്കട്ടെ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ, എൻ്റെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു വിഷയം സഞ്ചാരി മാതാവ് അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രിൻസിപ്പൽ ഫീച്ചർ നമ്മുടെ പ്രസൻസാണ്. ഈ പ്രസൻസ് അനേകായിരം മക്കൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ അമ്മയെ വിളിക്കുന്ന പേരെന്താണ്? വാഗ്ദാനത്തിൻ്റെ പേടകമേ. രണ്ടാമത് വിളിക്കുന്ന പേരെന്താണ്? അതായത് ഈശോ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ യശോമാതാവ്. അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പേടകമെന്ന രീതിയിൽ പഴയ നിയമത്തിലുള്ളതാണ് വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായി വരണത് പരിശുദ്ധ കുർബാനയും
പരിശുദ്ധ അമ്മയുമാണ്. രണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത് ആൾക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഒരു വല്ലാത്ത സാന്നിധ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉടമ്പടിയിലുണ്ടാകുന്ന ഓരോ വസ്തുക്കളും ഈ പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോഴേ വിനീത എന്നും പറഞ്ഞൊരു സാക്ഷ്യം. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ചാൽ ബ്രദർ ചെറുപ്പമാണ്, 21 വയസ്സേ ബ്രദറിനുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം, ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ. 10-70 വേണ്ടേ? അപ്പോൾ ഹാർട്ട് ബീറ്റ് 31 ഉള്ളൂ. SA നോടെന്ന് പറയണത് ഈ പൾസ് ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്ന പൾസിന് കാരണമാകുന്ന ഒരു വിഷയമാണ്. ആ സാധനം ദ്രവിച്ചു പോയി ഹൃദയത്തിൽ. അത് കാരണം ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32ആയി. അപ്പോൾ ഇതിന് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ ഇടപെട്ട സൈഡിൽ താഴെ വീഴും. അപ്പോഴേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് 21 വയസ്സുകാരൻ ഇങ്ങനെ പെടസൈലിൽ പല പ്രാവശ്യം വീഴേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ MRI എടുക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഈ SA നോഡ് ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമേജാണ്, ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹാർട്ട് ബീറ്റിന് സഹായമായ വിഷയം നടക്കത്തില്ല. അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32 വന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നത് സ്പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞ്. സ്പേസ് മേക്കർ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇമോഷണലായിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു MRI സ്കാൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഇലക്ട്രോണിക്സ് ഇത് വിഷയമായത് കാരണം അതെല്ലാം ബ്ലോക്കാവും. പക്ഷേ അതല്ല, അപ്പോഴവർ ഈ ചേച്ചി ഈ സഹോദരനെ കൊണ്ടുപോയി MRI ഒക്കെ എടുത്തിട്ട് ഡോക്ടർ അവനെ നിർത്തിക്കൊണ്ടൊക്കെ പറയുമ്പോൾ, അവനെ നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ പറയണത്. അപ്പം ഡോക്ടറോട് പറയും, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ നടക്കണം കണ്ടില്ലേ, ഞാൻ എന്തിനാണ് സ്പേസ് മേക്കർ വെക്കണമെന്ന്. അപ്പം ഡോക്ടർ പറയും, നിൻ്റെ ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ, നീ ചത്തു പോകുമെന്ന് പറയും, നീ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകുമെന്ന് പറയും, കൂളായിട്ട് പറയും ഡോക്ടർമാർ. പിന്നെ ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ ഇതിനെ കേൾക്കണ പെങ്ങളിങ്ങനെ ഇടിവെട്ടുകൊണ്ട് പോലെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, കണ്ണീരോടെ ആങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അടുത്ത മുറിയിൽ പോണത്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ലൈഫ് ഒരു അവൻ്റെ 21 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവളെന്താ ചെയ്യണത്? ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം, ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. എന്നിട്ട് ഇവിടെ ചെയ്യണത് എന്താണ്? ഉടമ്പടി തൈലം എടുത്തിട്ട് ഹൃദയത്തിൽ തേച്ച് കൊടുക്കും. നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടിയില്ല. സാക്ഷ്യങ്ങൾ കേൾക്കും, ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ വിഷയം. ഞാൻ അത്രയും നിങ്ങളിത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്കളിയായിട്ടും പൊട്ടങ്കളിയായിട്ടും ചെയ്യരുത്. അതാണ് ഇരന്ന് പണിമെടുക്കൽ ദൈവത്തിനെടുക്കുന്നത്. നിങ്ങൾ മനുഷ്യന്മാർ ജനകോടികൾ വിശ്വസിച്ചുകൊണ്ട് ജീവിതം തകർന്നു പോയ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസാനം തന്ന കച്ചിത്തുടമ്പ് പോലെയാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. പിന്നെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പഴയ റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോവുകയാണ്. ഈ റിസൾട്ട് പഴയതുപോലെയല്ല, ഇത് ലിപ്പെല്ലാം ഓക്കെ ആയിട്ട് വരണമെന്നുണ്ടല്ല, ഇപ്പം നിനക്ക് സ്പേസ് മേക്കറിൻ്റെ ആവശ്യമില്ല, അതിന് ഞങ്ങൾ ഓപ്പറേഷൻ കട്ട് ചെയ്യണമെന്ന് പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നടത്തുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. യാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളെ കേട്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ ഹൃദയത്തെ വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി എന്നിൽ നിറയട്ടെ. രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മക്കളെ, അതായത് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും, നീ രോഗിയാണോ? നീ കടം കയറി മുടികയാണോ? നിനക്ക് ഉറക്കമില്ലേ? നിനക്ക് പ്രഷർ കൂടുതലാണോ? ബന്ധുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയോ? നിനക്ക് വീടില്ലേ? അതിൻ്റെ മാനക്കേട് നീ അനുഭവിക്കുന്നുണ്ട്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നീ ഒന്ന് ചെരിഞ്ഞാൽ മതി. എന്താ പറയണത്? അത് ഹെബ്രായ ലേഖനമാണ് 4:16. ഹെബ്രായർ 4:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രിസ്തുവിനെ സമീപിക്കാമെന്നാണ് പറയണത്. ഹെബ്രായ ലേഖനം എന്താ പറയണത്? നമുക്ക് ക്രിസ്തുവിൻ്റെ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയണത് നൗ ആൻഡ് ദെൻ അല്ല, അപ്പോഴും ഇപ്പോഴും അല്ല, അതായത് വേണ്ട സമയത്താണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഒന്ന് വായിച്ച് ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇപ്പം കൃപാവരത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ ആയിരിക്കണത്? അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ എന്ന് പറയണത്? ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത് വൺ ആൻഡ് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. മഹത്വം,
തിരുകൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. സകല വാഗ്ദാനങ്ങൾ രക്തബലഗ്വാൻ 2 കൊരിന്തോസ് 1:20. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? ദൈവമഹത്വമാണ്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുകയാണ്. കാര്യം ഒരു വിശ്വാസിക്ക് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ, ഒരു പ്രത്യാശിക്ക് തന്നെ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സർവ്വപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തു വഴി ആമേൻ പറയത്തുള്ളൂ. അപ്പോഴെന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും അവൻ വഴി നിങ്ങൾക്ക് അതേ തന്നെയാണ്. കൈയടിച്ചു കൊടുത്ത സൂര്യൻ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവരിലും ദൈവിക പുണ്യങ്ങൾ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അഭിഷേകത്തിന് ഈ നിമിഷങ്ങളിലെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന മാരക രോഗങ്ങൾ കർത്താവേ നിന്റെ നാമം വിട്ടുമാറിട്ട് പ്രാർത്ഥിക്കുന്ന തകർന്നുപോയ മനസ്സുകൾ, ഇടിഞ്ഞുപോയ മനസ്സുകൾ, മക്കളെക്കുറിച്ച് കർത്താവ് ഇപ്പോഴും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, OIT IELTS പരീക്ഷകളും മത്സര പരീക്ഷകളും മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ റിസൾട്ടുകൾ കർത്താവെ നീ ഏറ്റെടുക്കണമേ. അവിടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ മക്കൾക്കും അഭിഷേകം ചെയ്യട്ടെ കർത്താവ്. പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന മക്കൾ, ഉടമ്പടി ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എക്സാം ഹോളിലിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ് ചൊരിയുന്നതിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന ജീവിത മാർഗങ്ങളിലേക്ക് കർത്താവിനെ നയിച്ചുകൊണ്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിക്കുന്നതിനുമായി ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് തക്ക സമയത്ത് കൃപാവരത്തിൻ്റെ സിംഹാസനമായ സകല വാഗ്ദാനങ്ങളും അതേ തന്നെ യേശുക്രിസ്തുവിലേക്ക് നമ്മളെ സമീപിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ മധ്യസ്ഥയാണ് ആരാണ്? അമ്മയാണ്. അതാണ് ഈ ഉടമ്പടി ഇത്രയും വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ കാര്യം. സത്യമാണ്. ഞാൻ ഇപ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുകയല്ലേ,
അതായത് എന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചിന്തിച്ചതും ആലോചിച്ചതും പ്രതീക്ഷിച്ചതും പ്രത്യാശൻ്റെ അപ്പുറത്ത് ദൈവം എന്തോ ഒരു നാശക്കുഴിയിൽ നിന്നാണ് മനുഷ്യന്മാരെ ഉടമ്പടിയുടെ ഒറ്റ ഉറപ്പിൽ പൊക്കിക്കൊണ്ട് വരണത്. എന്തിനാ ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉടമ്പടി കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കണം. നിങ്ങളത് ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഉഴപ്പിയോ അല്ലെങ്കിൽ തീഷ്ണതയില്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തോ അങ്ങനെയൊന്നും ദൈവത്തെ പ്രകോപിപ്പിക്കരുത്. മറിച്ച് നല്ല വിശ്വാസത്തോടെ നല്ല ദൈവസ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ എന്താ നിങ്ങൾ ഓർക്കണേ, 2015 തന്ന ഉടമ്പടി 2016 എനിക്ക് ആ 15-16 ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനെക്കുറിച്ച് കുറിച്ച് അത്രയ്ക്ക് അറിവില്ലായിരുന്നോ. കാര്യം എൻ്റെ കയ്യിൽ സാക്ഷ്യങ്ങളില്ലായിരുന്നോ. ഇന്ന് നമുക്ക് 10,000-കണക്കിന് സാക്ഷ്യങ്ങളല്ലേ, എല്ലാ മണ്ഡലങ്ങളെ ഉള്ള ആൾക്കാരുടെ സാക്ഷ്യങ്ങളല്ലേ, ഇന്ന വിഷയമല്ലല്ലോ. ഓൾമോസ്റ്റ് ഓൾ തിങ്സ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലുമുള്ള ദൈവിക നടപടികളാണ് ഉടമ്പടിയിലൂടെ വരണതും. അത് അപ്രതിരോധ്യമാകാൻ കാരണം അമ്മ അതിൻ്റെ അകത്ത് ഒരു കക്ഷി ആയതുകൊണ്ടാണ്, മാധ്യസ്ഥത്തിന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കാനായിലെ കല്യാണം നമ്മളത് അതാണല്ലോ അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്. അപ്പോൾ ആ കാനായിലെ കല്യാണത്തിലെ 2-ാം അധ്യായം, യോഹന്നാൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യമില്ലേ, എന്താണ്? കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു. പിന്നെന്താ പറഞ്ഞത്? യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു, അതാണ് വിഷയം. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അത് നേരത്തെ പോയെന്നല്ല എൻ്റെ അർത്ഥം. യേശുവിനേക്കാൾ ആ വചനം എങ്ങനെ പോണത്? കാനായി എന്ന് പറഞ്ഞ കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു. യേശുവിന്റെ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. സംഭവം ഇതാണ്. അപ്പോൾ യേശുവിനേക്കാളും ശിഷ്യന്മാരെക്കാളും നേരത്തെ അമ്മ അവിടെ പ്രസൻ്റാണ്. എൻ്റെ ദൈവവേദലേ, ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് പറഞ്ഞ പോലെ നിൻ്റെ ജീവിതം അമ്മയുടെ ഒരു വേ ഓഫ് ആക്ടിങ് ഭയങ്കര ഇൻറ്റിമസിയാണ്. എന്നുവെച്ചാൽ നിനക്കൊരു തകർച്ച വരുന്ന കുടുംബമായാലും ശരി, അല്ലെങ്കിൽ നിനക്ക് തകർച്ച ഉണ്ടാകാൻ പോകണമെങ്കിൽ ശരി, അമ്മ അവിടെ ആദ്യമേ പ്രസൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് വല്ലാണ്ട് നമ്മൾ തിരിച്ചറിയണം. സുവിശേഷത്തിൻ്റെ ഘടനയാണത്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം യേശുവിനെയും അമ്മയെയും അവിടെ ക്ഷണിക്കരുത്? നമ്മൾ ഒരുമിച്ച് ക്ഷണിച്ച വേറെ ഒരു സ്ഥലമില്ലല്ലോ, ബൈബിളിലില്ലല്ലോ. അമ്മയെയും യേശുവിനെയും ഒരുമിച്ച് ക്ഷണിച്ച ഒരു സ്ഥലം ബൈബിളിലില്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും? മേ ബി ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ആ കനായിലെ കല്യാണം നടത്തുന്ന കക്ഷി ഇവിടെ റിലേറ്റീവ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ റിലേറ്റീവ് ആകുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്തുകൊണ്ട് ഒരു കാര്യം സിമ്പിളായിട്ടൊക്കെ മനസ്സിലാകാം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു? ഒരു മാനുഷികമായ ഉത്തരം പറഞ്ഞാൽ മതി. റിലേറ്റീവ് ആയതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അകത്ത്, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കേവലമായിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? അമ്മയുടെ റിലേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ക്ലിയർ അല്ലേ? അത് ലോജിക്ക് അങ്ങനെയല്ലേ വർക്ക് ചെയ്യണത്. ഇനി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈശോ അമ്മയെ നിർത്തിക്കൊണ്ട് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നൊരു വചനം ബൈബിളുണ്ട്, ഇല്ലേ? അമ്മയെ നിർത്തിക്കൊണ്ട് ഹുയിസ് മൈ മദർ, ഹുയിസ് മൈ ബ്രദേഴ്സ് എന്ന് ചോദിക്കുന്ന സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ,
സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. മത്തായിയുടെ സുവിശേഷം 12:48-49-50. യേശു അവനോട് പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരർ, ആരാണ് എന്റെ സഹോദരങ്ങൾ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരരും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഇത് 50 12:50 എന്താണ്? ആരാണ് എൻ്റെ സഹോദരങ്ങൾ, ആരാണ് എൻ്റെ റിലേറ്റീവ്സ്? എന്താ ഈശോ പറയണത്? ഈശോയുടെ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ഏറ്റു പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അതാരാണ് ശരിക്കും പറഞ്ഞാൽ? അവൻ പറയണ പോലെ ചെയ്യുന്നവരല്ലേ? ക്ലിയർ അല്ലേ? അവൻ പറയണ പോലെ സ്വർഗസ്ഥന. 12:50 എന്താ പറയണത്? മത്തായിയുടെ സുവിശേഷം. ആരാണ് എൻ്റെ സഹോദരന്മാര്? ആരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പറഞ്ഞേ? ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ അവരാണ് എൻ്റെ സഹോദരങ്ങൾ. റിലേറ്റീവ്സ്, യേശുവിൻ്റെ റിലേറ്റീവ്സ് ആരാണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്. എന്ന് വെച്ചാൽ ആരാണത്? അവൻ പറയണ പോലെ ചെയ്യുന്നവര്. അവൻ പറയണ പോലെ ചെയ്യുന്നവരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെങ്കിൽ അതല്ലേ ഉടമ്പടി എടുത്ത ആൾക്കാരെ. ഉടമ്പടി നിങ്ങളെ ദൈവത്തിൻ്റെ റിലേറ്റീവ്സായി മാറ്റും. ഉടമ്പടി ദൈവത്തിൻ്റെ ബന്ധുക്കളായി നിങ്ങളെ മാറ്റും. കൈയടിച്ച് കർത്താവിനെ സ്വന്തം പദവിയിലേക്ക്, സ്വന്തം ജനമെന്ന പദവിയിലേക്ക് പറയുന്നു. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന ആരാധന പാലിക്കാൻ യേശുവേ നന്ദി, യേശുവേ മഹത്വം ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആരാധന 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 ആരാധന. എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യാതെ നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യം പോലും പറയരുത്. ഞാനൊരു ചേടത്തിനെ ഇവിടുന്ന് ഓടിച്ചിട്ടായിരുന്നു. ഇത് കാര്യം ഫരീസാറെ പറഞ്ഞു, അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഫരീസാറാണ് പറഞ്ഞത് സാക്ഷ്യം പറയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. എന്താ കാര്യം? അവർ പറഞ്ഞത് മകന് ജോലി കിട്ടി, മകളെ കല്യാണം കഴിപ്പിച്ചു, ഇങ്ങനെ വസ്തു വിറ്റു, ഇങ്ങനെ പട്ടിക പറഞ്ഞിട്ട് അവർ പറഞ്ഞു. നമ്മൾ ഇതെല്ലാം ഉടമ്പടി, ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. നമ്മൾ ആദ്യം പറയേണ്ടത്, നിങ്ങൾ സാക്ഷ്യം പറയേണ്ടവർ ആദ്യം സ്റ്റേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് യുവർ റിലേഷൻ. നിങ്ങളുടെ റിലേഷൻ്റെ സ്റ്റാറ്റസ് പറയണം. ഈ സാക്ഷ്യത്തിലേക്ക് നയിച്ച നിങ്ങളുടെ റിലേഷൻ്റെ ദൈവവുമായി ഇത് റിലേഷനാണല്ലോ. അവൻ പറയണ പോലെ ചെയ്യണത് റിലേഷൻ ആവുമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ Ephesians 2:19 എടുത്ത് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന
ഹല്ലേലൂയ. എഫേസ്യോസ് 2:19. എഫേസ്യോസ് 2:19. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിനു വായിച്ചേ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. സ്നേഹത്തിൻ്റെ സാക്ഷികളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ചെയ്യണ കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കണത്, ദൈവത്തിൻ്റെ ബന്ധുക്കളായിരിക്കണത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രി സന്ദർശിക്കാൻ പോണത്, വീട്ടിലെ. അതിൻ്റെ പേരിലാണ് നമ്മൾ വഴക്ക് തീർത്ത് സമാധാനം ഉണ്ടാക്കാൻ പോണത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. എവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കിയാൽ അപ്പോഴും നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായി. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഒരു നാത്തുമാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ ഉടനെ കുറുക്കനെ പോലെ രണ്ടാൾ തന്നെ ഇടിച്ചിട്ട് ചോര കുടിക്കാമെന്ന് പറഞ്ഞ് പോകരുത്. ഏതെങ്കിലും ഒരു നാത്തുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഒപ്പിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾ ദുഷ്ടസന്തതിയാണ്, ദൈവത്തിൻ്റെ സന്തതിയല്ല. ഉടമ്പടി അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവരെ എങ്ങനെ, നമുക്ക് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവത്തിന് നേട്ടം ഉണ്ടാകും. സാത്താൻ്റെ അവസരം പോകും. അതുകൊണ്ട് ഞാനവരെ എൻ്റെ നേട്ടം നോക്കിയല്ല, ഞാൻ അവരെ ഐക്യപ്പെടുത്തും, ഒന്നിപ്പിക്കും. എന്താ കാര്യം? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? സമാധാന പാലകർ, സമാധാനത്തെ പാലിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ബന്ധുക്കളാകാനുള്ള മാർഗമാണ്. ഉടമ്പടിയെ നിങ്ങൾ നീതീകരിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉടമ്പടി നീതീകരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവർത്തനങ്ങൾ നീതീകരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് ആരാധന, ആരാധന ആത്മനാഥനേ യേശുവേ. ആരാധന, ആരാധന സ്നേഹരാജനേ യേശുവേ. യാക്കോബ് 2:24. യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ഏറ്റുപറയുക, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ദാറ്റ് മീൻസ് മനുഷ്യന് ഉടമ്പടി മൂലമാണ് നീതീകരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മനാഥനേ യേശുവേ. ആരാധന, ആരാധന സ്നേഹരാജനേ യേശുവേ. ഓരോ പ്രവർത്തനങ്ങളും, ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ഉടമ്പടിയെ ജസ്റ്റിഫൈ ചെയ്യണത്. ദാറ്റ് മീൻസ് ഉടമ്പടി നീതീകരിക്കുന്നത് രണ്ട് തരത്തിലാണ്. അതായത് ഉടമ്പടി പ്രവർത്തനങ്ങളാൽ നീതീകരിക്കുമ്പോഴാണ് ദൈവം അടയാളങ്ങളിൽ അത് സാധൂകരിക്കുന്നത്. മനസ്സിലായ? നിങ്ങളെ പ്രവർത്തനങ്ങളാൽ ഉടമ്പടിയെ നീതീകരിക്കുന്നു. ദൈവം എന്ത് ചെയ്യും? അടയാളങ്ങളാൽ അത് സ്ഥിരീകരിക്കും. അപ്പോൾ പ്രവർത്തനങ്ങളാൽ നിങ്ങളെ നീതീകരിക്കുമ്പോൾ, ഉടമ്പടിയെ നീതീകരിക്കുമ്പോൾ ദൈവം അടയാളം കൊണ്ട് അതിനെ സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അടയാളം കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 16:20.
മർക്കോസിന്റെ സുവിശേഷം. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളമാണ് പ്രശ്നം. ഉടമ്പടിയിൽ 10,000കണക്കിന് അടയാളം കാണാൻ കാര്യം എന്താണ്? ഉടമ്പടിയെ ദൈവം സ്ഥിരീകരിക്കണത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അടയാളം മിസ്സാക്കി കളയരുത്. നിങ്ങൾ അതായത് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് അടയാളം കാണുമ്പോഴാണ്. അതായത് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം. അതായത് സാക്ഷ്യം കേൾക്കുക മാത്രമല്ല, സാക്ഷ്യം ഷെയർ ചെയ്യണം. കാര്യം ആൾക്കാർക്കറിയാമല്ലോ, ആൾക്കാർക്ക് ഈ പ്രയാസങ്ങൾ കൂടുമ്പോഴേ ആൾക്കാർക്ക് എന്തെല്ലാം ഉണ്ടാകും, ഡൗട്ട് ഉണ്ടാകത്തില്ലേ? ഇല്ലേ? പ്രയാസങ്ങളുള്ളവർക്ക് എന്താ ഉണ്ടാകുന്നത്? ദൈവത്തിൽ അവർ സാധാരണ വിശ്വസിച്ച് പോണ ആൾക്കാരാണ്. ജന്മന അങ്ങനെ ജീവിച്ച് കരിക്കസമൊക്കെ കേട്ട് അത് കുർബാനൊക്കെ സ്വീകരിച്ച് വിശ്വാസത്തിൽ വളർന്ന് കുദാശ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ പോണ ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരു കടം വരുമ്പോൾ, അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും കഞ്ചാവിൽ പിടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മകൾ ആരുടെങ്കിലും പുറകെ ലൈനടിച്ച് കഴിയുമ്പോൾ അവർ ഐസി അടിച്ച് പോവും. അവരുടനെ ഡൗട്ടായി പോവും. ഞാൻ ഇത്രയും നാളും ദൈവത്തിനല്ല വിളിച്ചത്, എന്നിട്ടിപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, അല്ലേ? അങ്ങനെ ഉള്ളവർക്ക് അവർ സംശയം, അത് അവരുടെ മാത്രം കുഴപ്പമില്ല, അത് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ യോഹന്നാൻ മാന്താന ജയിലിൽ കിടന്ന് മൂട്ട കടിച്ചപ്പോഴല്ലേ ക്രിസ്തുവിനെ വേറെ ആളെ നീ തന്നെയാണോ വേറെ ഉണ്ടാന്നൊക്കെ ചോദിച്ചത്? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണിത്. ആരാണ്? ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാളെ. 1:29 വായിച്ച് യോഹന്നാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോഴേ യേശു അടുത്ത് വരുമ്പോഴാണ് നമ്മൾ യേശുവെ സ്തോത്രം, യേശു ആരാധന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണത്. പക്ഷേ യേശു അകന്നു പോകുന്ന സമയങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഒരു സ്കീമാണത്. ശരിക്കും നീ ദൈവത്തെ അനുഭവിക്കാതിരിക്കുന്നതും ക്രിസ്തു എന്ന ഒറ്റ മീഡിയത്തിലാണ്. ഇനി ക്രിസ്തു അകന്നു പോകുന്ന സമയമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇരുട്ട് കയറണതും ഡൗട്ടടിക്കണതും, നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ചിട്ട് ആൾക്കാർ പറഞ്ഞു, എൻ്റെ 6-ാമത്തെ ആളാണ് ഞാൻ റാങ്കിലേ, ഞാൻ അതും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പരീക്ഷയും ഞാൻ എഴുതിയില്ല. നിന്നോട് ആരെ പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ? ദൈവം ബുദ്ധി തന്നിട്ടില്ലേ? ദൈവം ബുദ്ധി തന്നിരിക്കണത് എനിക്കിത് മതി, എനിക്കിത് കിട്ടുമെന്നും പറഞ്ഞ് അവൾ PSC ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. എന്താ കാര്യം? 6-ാമത്തെ റാങ്കാണ്. 5-ാമത്തെ റാങ്കിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. പോരെ? അതോടുകൂടി പിന്നെ പ്രാർത്ഥനയും തീർന്ന്. ക്രിസ്തു അകന്നു പോകുന്ന അവസ്ഥകൾ ഇത് ജീവിതത്തിലുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അയ്യോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മിസ്റ്റേക്ക്. എൻ്റെ പ്രാർത്ഥനയ്ക്കല്ല മിസ്റ്റേക്ക്, നിനക്ക് തന്ന വിവേകം നീ ഉപയോഗിച്ചില്ല. വിവേകമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ആൻഡ് പ്രൂഡൻസ്. ഫെയ്ത്ത് ഒരു വെർച്യുവാണ്. ഫെയ്ത്ത് ഈസ് എ വെർച്യു. വിശ്വാസം ഒരു പുണ്യമാണ്. പക്ഷേ പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്വീൻ ഓഫ് വെർച്യു. അതായത് പ്രൂഡൻസ് എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ രാജ്ഞിയാണ്. അതിൻ്റെ അടുത്ത വിശ്വാസത്തൊക്കെ വലുതാണ് വിവേകമെന്ന് പറയണത്. അപ്പം നീ ഇപ്പോൾ റാങ്ക് 6-ാം നമ്പർ ഉണ്ടെങ്കിലും 6-ാം റാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും നീ എനിക്കിത് മതി എന്നതിൻ്റെ കാര്യമില്ല. ദൈവം ഏതാണ് തരണം നമുക്കറിയത്തില്ല. വി ആർ ലിവിങ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. അത്രയും കോമ്പറ്റീഷനാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം നിലനിൽക്കുകയാണ് പ്രശ്നം. അല്ലാതെ ആദ്യമേ കയറി കസേര ഇരിക്കുകയല്ല പ്രശ്നം. ആദ്യം ഒന്ന് നിലനിൽക്കണം നമ്മൾ. അപ്പോൾ ഞാൻ എല്ലാ മക്കളോട് ഇവിടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നീ ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം കാണിച്ചിടക്ക്. അത് കഴിഞ്ഞ് നീ ഡോക്ടറാകെ വേറെ MDക്ക് പോവുക എന്തെങ്കിലും ചെയ്തോ. അത് ജീവിക്കാൻ നീ ഇപ്പോൾ വയസ്സ് 26 ജീവിക്കാൻ ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കുക. അല്ല നിനക്കിത് എല്ലാം നിനക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് നിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് വെട്ടിപ്പുഴുങ്ങി നിനക്ക് തന്നാൽ മാത്രമേ നീ മുന്നോട്ട് പോകത്തുള്ളൂ, എന്നാൽ മാത്രമേ നിനക്ക് ദൈവമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗൻസ്റ്റ് പ്രൂഡൻസ്.
ഇറ്റ്സ് അഗൻസ്റ്റ് പ്രൂഡൻസ്. നമ്മൾ ബി പ്രാക്ടിക്കൽ. നമ്മൾ ഈ വിഷയത്തിൽ പ്രാക്ടിക്കലായിരിക്കണം. ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദികളിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ സർക്കസ് 24 കൊല്ലം 50 കൊല്ലം സർക്കസ് കാണിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ? ഇപ്പോഴല്ലേ ഈ മൃഗങ്ങളുടെ നിയമം വന്നപ്പോഴല്ലേ സർക്കസൊക്കെ കുറച്ച് ഡൗൺ ആയത്. സർക്കസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒറ്റ സർക്കസ് കണ്ടിട്ടുള്ള ആളാണ്, നിങ്ങളും കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ 20 കൊല്ലം 30 കൊല്ലമൊക്കെ സർക്കസിലുള്ള ആൾക്കാരും സർക്കസ് കാണിക്കണ വല കെട്ടിയിട്ടാണ്. ഉറപ്പല്ലേ? അല്ലേ? വല കെട്ടാതെ വലിയ സർക്കസ് കാണിക്കുക. അവർ 30 കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് സർക്കസിൽ. മുകളിൽ ഇതിലുള്ള ഊഞ്ഞാലാട്ടത്തിലൊക്കെ അവർക്ക് 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ ഒരു സെക്കൻഡ് മതി കൈവിട്ട് പോകാൻ. പക്ഷെ അപ്പോൾ വല കെട്ടും അവർ. അതുപോലെ വല കെട്ടാതെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ എല്ലാം പ്രാവിനെ പോലെ ഇങ്ങനെ നിഷ്കളങ്കം പഠിപ്പിച്ചൊക്കെ എന്ത് കാര്യമില്ലെന്നാണ് പറയണത്. നിഷ്കളങ്കതേ ആദ്യം സർപ്പം എന്താണ്? സർപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു വേലിയുടെ അരികിൽ കൂടി ഒരു പാമ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേലിയായിട്ടൊരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ മതി. പാമ്പിനെ കാണത്തില്ല. എന്താ കാര്യം? അത് ഇങ്ങനെ 2 നാക്കിട്ട് കളിപ്പിച്ച് എവിടെയെങ്കിലും അപകടം ഉണ്ടായാലും ഒളിക്കാനുള്ള സ്ഥലം നിര നോക്കി വെച്ചുകൊണ്ടാണ് പോണത്. അപകടം ഉണ്ടാകുമെന്നതിന് ഉറപ്പാണ്. പാമ്പിനെ സംബന്ധിച്ചത് അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത് മനുഷ്യനാണ്. ഒരു അപകടം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അടക്കിയടിക്കും. നാണമില്ലേ? അപകടം ഉണ്ടാകും. അതുകൊണ്ട് പാമ്പിനെ പോലെ ഈശോ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. കാപട്യം കാണിക്കണമെന്നാണ് ഈശോ പറയണത്. അതാ നിഷ്കളന്. കാപട്യം കാണിച്ചാൽ എന്താ പറ്റുമെന്നറിയാവോ? കാപട്യം സർട്ടിഫിക്കറ്റ് തിരുത്തുക, ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ചില ആൾക്കാർ നഴ്സുമാർ വന്നതിൻ്റെ അടുത്ത് കണ്ണീരിന് കർത്താവ് അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കാര്യം? കയ്യിരിക്കണ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ കുമ്പനാട് യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ലല്ലോ. അതാണ് പ്രശ്നം. എക്സ്പീരിയൻസിന് പോയിട്ടില്ല, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായത്. കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലിരുന്നത്. ഞാൻ ചുമ്മാ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി കുമ്പനാടുകാരെൻ്റെ കഴുത്ത വരരുത്. ഒരു ആൾക്കാരെ, അതായത് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ കള്ളത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞ ഏറ്റവും വലിയ ഈശോ ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് പറയണത്. അത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കേരള സ്റ്റോറി ആയാലും ലവ് ജിഹാദ് ആയാലും വേറെ എന്ത് കേസ് കെട്ടായാലും ഇതെപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ കർത്താവ് ഇതൊക്കെ വരാതിരിക്കാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. ചില ആൾക്കാരുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ചതിക്കുഴികളുണ്ടാകും. പക്ഷെ നമ്മളോട് ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പട്ടിക പഠിക്കണ പോലെ പ്രാർത്ഥിച്ച കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത്. മര്യാദക്ക് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ മുൾക്കിടത്തെ ഓർത്ത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രലോഭനം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണമേ എന്ന് വെച്ചാൽ നിങ്ങളെ പ്രലോഭനം എന്ന് പറയുമ്പോൾ ഉടനെ ശാരീരിക പ്രലോഭനമൊന്നുമല്ല. പണമുണ്ടാക്കാനുള്ള പ്രലോഭനം, സ്ഥാനമുണ്ടാക്കാനുള്ള പ്രതിപക്ഷം, സ്ഥാനം നേടാനുള്ള പ്രതിഫലം, മറ്റുള്ളവരുടെ വസ്തുക്കളും ചേട്ടാനുജന്മാരുടെ വസ്തുക്കൾ അടിച്ചു മാറ്റാനുള്ള പ്രലോഭനം, പെങ്ങന്മാർക്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രലോഭനം, കല്യാണത്തിന് തന്നെ ഇല്ലാത്ത അധികാരം. ഇപ്പോൾ ചില ആൾക്കാർ യൂറോപ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കും. അവസാനം പുതുക്കം പോയി പെണ്ണ് പ്രഗ്നൻ്റായി കഴിയുമ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂലിയുമില്ല. കള്ളത്തരങ്ങൾ, ഇങ്ങനെ കള്ളത്തരം കാണിക്കാതിരിക്കാനുള്ള ഇത് പ്രലോഭനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണിനെ വരച്ച് കിട്ടി. ഇപ്പോൾ അവിടെ ഡൈവേഴ്സിന് നടക്കുക. ഈ ഡൈവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതിന് പിന്നിലെല്ലാം ഈ മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ മനുഷ്യൻ്റെ പ്രലോഭനങ്ങളുണ്ട്. അങ്ങനെ ഒരു ആൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടായ്പൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായാൽ മതി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ കൃപയാൽ തെറ്റുകൂടാതെ ജീവിക്കുവാൻ തെറ്റുകൂടാതെ ജീവിക്കുവാൻ നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ സുശക്തമായ ഒരു ഫോർമുല ദൈവനാമത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ബന്ധുക്കളായി നമുക്കറിയാം. അതായത് എപ്പോഴും സ്റ്റാറ്റസ് പറയണം. ഇപ്പം ഞങ്ങളൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളി വരുന്നില്ലേ അല്ലേ? പാസ്റ്റ് വിസിറ്റ് മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളികൾ വരും, ഒപ്പരിഷമ കൊടുക്കും. നിങ്ങൾക്ക് ഒപ്പരിഷമ കൊടുക്കുന്ന കാര്യമല്ലേ അറിയാൻ പാടുള്ളൂ. മെത്രാച്ചന്മാർ 5 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ഒപ്പരിഷമ തരുമെന്നല്ലേ അറിയാം. ഞങ്ങളെന്തെല്ലാം പാടുപെടണമെന്നറിയാമോ? കണക്കെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം, ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം, ഒപ്പരിഷമ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം. പുറത്തുനിന്ന് വന്ന ജ്ഞാനസ്ഥാനങ്ങൾ എത്ര, ഇവിടുന്ന് പോയ ജ്ഞാനസ്ഥാനങ്ങൾ എത്ര ഒരു കത്ത് കൊടുത്തു, 21 കത്തുകൾ, ഇങ്ങനെ 10,000 ഫയലാണ്. ഈ ഫയലും പിന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങും, ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും, എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും, രൂപത ഓഡിറ്റിങ്ങും, ഗവൺമെൻറ് ഓഡിറ്റിങ്ങും, ഇതിനെല്ലാത്തിൻ്റെ അപ്ഡേഷൻ വെച്ചിട്ട് ഇതെല്ലാം വികാരി ജനറൽ വന്ന് ഒപ്പിട്ടണം. പിന്നെ കാസ എല്ലാം പൂശിയതാണെന്ന് നോക്കും. കാര്യം കർത്താവ് എഴുന്നള്ളി ഒരാളുടെ കാസ വീഞ്ഞെടുത്ത് അതൊക്കെ ക്ലാവ് പിടിച്ചിരിക്കും. അപ്പോൾ അതോടെ വരുമ്പോൾ അതോടെ അച്ഛൻ്റെ പട്ടത്തിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അച്ഛൻ എവിടെയെങ്കിലും നിക്ഷേപത്തിൽ നിന്നുള്ള ചെമ്മിന അല്ലെങ്കിൽ സ്വർണ്ണമ വളയൊക്കെ കൊണ്ടുപോയി നിക്ഷേപത്തിൽ ആൾക്കാർ തന്നിരിക്കണ കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് ഈ കാസ എല്ലാം പൂശിക്കൊണ്ട് നോക്കും. വികാരി ജനറൽ വന്നിട്ട് കാസ തിരിച്ചും മറിച്ചും നോക്കും. എന്താ കാര്യം? ഇത് പൂശിയിട്ടുണ്ടാകുന്നു. എന്താ കാര്യം? പൊന്ന് പൂശിയ കാസ. എന്താ അവിടെ വരാൻ പോണത് ആരാണ്? ഈശോയാണ്. സഭ എന്തുമാത്രം കർക്കശ്യമായിട്ടാണ് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം ഇത്രയും അമൂല്യമായ നിധി സൂക്ഷിക്കണത്. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുകയല്ല. കർത്താവുമായിട്ട് റിലേഷനിൽ നമ്മൾ ഓക്കെ ആണെന്നറിയണം. ഉടമ്പടി നിങ്ങളെ ഓക്കെ ആക്കും. എന്താ കാര്യം? ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവമായിട്ടുള്ള റിലേഷന് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കരം ഗ്രഹിച്ച് പോകുന്ന രീതിയിലാണ് ആ ഉടമ്പടിയുടെ ഡിസൈൻ ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമല്ല. നിങ്ങളത് നിങ്ങളുടെ രീതി കൊണ്ടുവന്ന് ചുരുക്കിയിട്ട് ചുമ്മാ പിച്ചുമ്പേയും പറഞ്ഞ പോലെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ അതിന് പകരം കർണക്കൊന്ത ചൊല്ലി കുളമാക്കി എടുക്കരുത്. അങ്ങനെ ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത്. ഉടമ്പടിയുടെ രീതിയിൽ തന്നെ ഒരു കേവലമായ ക്രിസ്ത്യാനി സാധാരണ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉടമ്പടിയിലുള്ള, എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. അത് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരമാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴ് അക്രൈസ്തരായ സഹോദരങ്ങളും മനുഷ്യരെ സ്നേഹിച്ചും രോഗികളെ കാണാൻ പോയും അതുപോലെ തന്നെ ഇല്ലാത്തവരുമായിട്ട് ഉള്ളവർ പങ്കുവെച്ചും അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരു സമൂഹം, ഉടമ്പടി സമൂഹം ലോകത്ത് മുഴുവൻ പുളിമാവ് പോലെ പുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദൈവിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. കൈയടിച്ച് കർത്താവിനെ പ്രവർത്തനങ്ങൾ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആത്മനാഥനേശുവേ
എല്ലാവരും എഴുന്നേൽക്കുക. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വികാരണത്തിൽ എഴുന്നേലിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉടമ്പടി നിബന്ധനകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും പരിശുദ്ധമ്മേ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥനായി ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വേദനപ്പെടുന്നവരെ, ഇന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ഈ ആഴ്ചയിലെ വ്യത്യസ്തമായ ഉത്തരവാദിത്തമുള്ളവരെ, ബാങ്കിൽ പോകുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ ഓപ്പറേഷന് പോകുന്ന രോഗികള്, സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നവരെ, കോടതി പോകുന്നവര്, വസ്തു അളക്കുന്നവര്, പുരപണിയുന്നതിനായ വ്യായാമങ്ങളില് വ്യത്യസ്തമായ വിഷയങ്ങളില് ഏർപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ, മക്കളില്ലാത്തവര്, മക്കൾക്ക് രോഗമായവര്, ഓട്ടിസം ബാധിച്ചവര്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഗർഭിണികള്, ഗർഭസ്ഥമായ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അബോർഷൻ നിശ്ചയിച്ചിരിക്കുന്നവര്, അറിയാത്തവര്, ഗർഭത്തിൽ അനക്കമില്ലാത്ത കുഞ്ഞുങ്ങള്, ഹാർട്ട് ബീറ്റില്ലാത്ത കുഞ്ഞുങ്ങള്, പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ. PCOD രോഗികള് ഇപ്പോൾ സ്പർശിക്കണമേ. സിസ്റ്റ് രോഗികള്, ശരീരത്തില് സിസ്റ്റുള്ളവര്, ഗർഭാശയത്തില്, കരളിലുകള്, ആന്തരിക അവയവങ്ങളില് സിസ്റ്റുള്ളവര്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളിൽ സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. ഉടമ്പടിയിലുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ കൊണ്ടുവരിക. മനസ്സിടിഞ്ഞു പോയ അനേകം മക്കളുണ്ട്, വീട് ജപ്തി ചെയ്തവരുണ്ട്, അവർ ജോലി ചെയ്യുന്ന കെട്ടിടം ജപ്തി ചെയ്തവർ, വ്യവസായശാലകൾ, വ്യാപാരശാലകൾ ജപ്തി ചെയ്തവരുണ്ട്. അതെല്ലാം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോ അത് ചെയ്തു കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഉറുമ്പ് പോലെ നീണ്ടുപോകുന്ന, നിഴഞ്ഞു പോകുന്ന, വളരെ ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു മുന്നേറ്റമില്ലാത്ത, മരവിച്ചു പോയ വിഷയങ്ങൾ, നിന്നുപോയ വിഷയങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യവസായശാലകൾ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യവസായശാല നിന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാനോ വസ്തു വിൽക്കാനോ ആഗ്രഹം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന,
വിദേശ ജോലികളും തീർന്നു പോയവരും, നഷ്ടപ്പെട്ടവരും, നാട്ടിൽ ജോലി ഇല്ലാത്തവരും, പലതരത്തിലുള്ള കുടുംബ കലഹങ്ങളിലും പ്രശ്നങ്ങളിലും കോടതികളിലും കുടുംബ കോടതികളിലും വിവാഹ മോചനങ്ങളിലുമൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ മേഖലയെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ഉടമ്പടി പ്രകാരമുള്ള വഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരണമേ. മഹത്വം, ആരാധന. എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റു തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ തൊഴിൽ നിന്ന് പോയവർ, തൊഴിലെടുക്കാൻ പാടില്ലാത്തവർ, അപകടപ്പെട്ട് കിടക്കുന്നവർ, രോഗം വന്ന് തൊഴിൽ നിന്ന് പോയവർ, തൊഴിലിൽ മറ്റുള്ളവർ കൈയടത്തിയിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിച്ച് നട്ടം തിരിഞ്ഞവരിൽ ദൈവികമായ കൃപ ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ആരാധന.